ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ കോഴിക്കോടൻ ഫാമിലി. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാണെങ്കിൽ കുറച്ച് നല്ല നല്ല ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവർക്കായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൻ്റെ ആൻസർ പറയാം. കുറച്ച് കുസൃതി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളെ മെഞ്ഞാമത്തെ ചലഞ്ചിന് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോൾ ഇന്നൊരു ചലഞ്ച് തന്നെ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഒരു ചലഞ്ച് കൂടി എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്കൊക്കെ വീഡിയോയിലേക്ക് പോവാം അല്ലേ? ഓക്കെ, സൂപ്പർ. അപ്പോൾ ഇത് ചലഞ്ചിന് വേണ്ടി രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചലഞ്ച് എന്താണെന്ന് പറയണ്ടേ, ഞാൻ നിങ്ങളൊരു കുസൃതി ചോദ്യം ചോദിക്കും. ഈ കുസൃതി ചോദ്യം ചോദിക്കുന്ന വെച്ചാൽ സാധാ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്കറിയാമെന്ന് പറഞ്ഞ് കൈവെക്കണം. എന്നിട്ട് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇതിൽ ഓരോന്ന് കുടിക്കേണ്ടി വരും, അത്ര തന്നെ. അപ്പം അറിയെങ്കിൽ പെട്ടെന്ന് കൈ വെക്കിയിട്ട് എനിക്ക് അറിയാമെന്ന് പറയണം. എന്നിട്ട് ഞാൻ ചോദിക്കുക ആൻസർ തന്നത്. ആൻസർ ശരിയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളത് കുടിക്കേണ്ട, തെറ്റാണ് പറയുന്നതെങ്കിൽ നിങ്ങളത് കുടിക്കണം. മനസ്സിലായോ? അപ്പോൾ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞാണെങ്കിൽ ഇത് കുടിക്കണ്ട, കഴിച്ചില്ലേ. തെറ്റ ആൻസർ പറഞ്ഞാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ചാടി കയറി പറഞ്ഞിട്ട് അതും തെറ്റായി പോവാണെങ്കിലും ഇത് കുടിച്ചേ പറ്റത്തുള്ളൂ. എനിക്ക് എന്താ കുടിക്കേണ്ടതെന്നുള്ളത് അല്ല, ഓപ്ഷൻസ് ആണെങ്കിൽ അങ്ങനെയല്ല. നിന്റെ കൈമുള്ള ഒരു നറുക്കില്ലേ, അതിൽ നീ ഒന്ന് എടുത്തിട്ട് എന്താ പറയുക, ഇതിൽ ഏതാണ് കുടിക്കേണ്ടതെന്നുള്ളത് നിനക്ക് അതിൻ്റെ അതൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ കുടിക്കേണ്ട വസ്തുക്കൾ തന്നെങ്കിൽ കുടിക്കേണ്ടത് പറഞ്ഞതാ. ഇത് 7up, ഉപ്പുവെള്ളം, പിന്നെ ഇത് ആപ്പിൾ വെള്ളം, ഇത് പുളിവെള്ളം, ഇത് പേരക്കൻ്റെ വെള്ളം, ഇത് നാരങ്ങ നീര്, ഇത് മാംഗോ ഫ്രൂട്ടി, ഇത് സംഭാരം, ഇത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, ഇത് ഇഞ്ചി നീര്. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ ടേസ്റ്റ് ചെയ്യേണ്ടത്. അത് കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വയ്ക്കട്ടെ? ഓക്കെ, ഞാൻ സെറ്റാക്കട്ടെ. ഇവിടെ കുറെ കള്ളന്മാരുള്ളത് കൊണ്ട് ഈറ്റിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നിറയെ ദ്വാരമുണ്ടെങ്കിലും നിറയെ വെള്ളം എടുക്കാൻ കഴിയും, എന്താണ്? നിറയെ ദ്വാരമുണ്ട് അതിനകത്ത്, പക്ഷെ അതിനകത്ത് നിറയെ വെള്ളം എടുക്കാനും പറ്റും, എന്താ? ഓപ്ഷൻ ഒന്നുമില്ല, ആൻസർ പറ. നിറയെ ദ്വാരമുണ്ട് ആ വസ്തുവിന്, അതേപോലെ തന്നെ അതിനകത്ത് നിറയെ വെള്ളം എടുക്കാനും പറ്റും. കിണറോ? കിണറല്ല. തോറ്റോ? ഞാൻ പറയട്ടെ, സ്പോഞ്ച്. ഓക്കെ, ഇനി എടുത്തോ. ഫസ്റ്റ് ആരാ എടുക്കുന്നത്? എടുക്ക്, ഫസ്റ്റ് എടുക്ക്. എന്താടി കാര്യം പറ. മാറ്റിയെടുക്കാനൊന്നും പറ്റത്തില്ല, എടുത്തതാ. ഓക്കെ, എന്താ പറയ? അടിപൊളി. നെഞ്ചിനീരെട്. സീക്കിട്ട് കസേരയാണ് ബാക്കോട്ട് മറിഞ്ഞു പോയത് കേട്ടോ. ഇത് ചിരിക്കാതെ കുടിക്കടി. മസ്റ്റാ കുടിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പം എന്താ നമ്മളെ സീക്കുട്ടി ആദ്യമായിട്ട് ഇഞ്ചി നീര് കുടിക്കാൻ പോകണം. അങ്ങനെ കുട്ടി കുടിക്കി. അപ്പൊ നമ്മൾ ശ്രീകുട്ടി ഇഞ്ചി നീര് കുടിക്കാണ്. എന്റെ വണ്ടി നോക്കണി, ഇങ്ങോട്ട് നോക്കി. അപ്പൊ ഇത് ഇഞ്ചി നീര് കുടിച്ച കുട്ടിയുടെ മോന്ന് കണ്ടല്ലോ. കുട്ടിക്ക് കഴിഞ്ഞ വർഷം ഇഞ്ചി കടിക്കാൻ കിട്ടിയില്ലേ?
ഓക്കെ, ഇനി അടുത്ത ആളുടെ ചാൻസ് ആണ്. അടുത്ത എടുക്കട്ടെ. രണ്ടുപേരും. അപ്പൊ നമ്മുടെ കുട്ടി എഞ്ചിനീയർ കുടിച്ച് സെറ്റ് ആയിട്ട് ഇനി അടുത്ത ശ്രീമോളുടെ ഓപ്ഷൻ ആണ്. ശ്രീമോൾ എടുക്ക്. എന്റെ മോളെ കഴിച്ചില്ല ശ്രീമോള്. ഓക്കെ, ശ്രീമോൾ അങ്ങനെ കുടിക്കടി. ഫുള്ള് കുടിക്കണ്ട, ഒരു കവള് കുടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, അത് രണ്ടും മാറ്റി വെച്ചേക്ക് അറിയുമ്പോൾ ബാക്കോട്ട് തന്നെ വെച്ചു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. അതെ, രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. ശ്രീമോൾ ആദ്യം തന്നെ ഓപ്ഷൻ എടുത്ത് പിടിച്ചു നോക്കാം, അറിയില്ല തന്നെ ഉറപ്പിച്ച്. ഓക്കെ, ഇനി അടുത്ത കുട്ടി. എന്താ അവസ്ഥ കുട്ടിയെ അറിയോ? അതേ സമയം ആലോചിക്കാനൊന്നുമില്ല. ഈ ക്ലൂ ഒന്നുമില്ല. നമ്മൾ അധികം എന്താ പറയാ, എപ്പോഴും ഈ കടകളിലൊക്കെ പോയാൽ യൂസ് ചെയ്യുന്നൊരു വാക്കാണത്. ഇല്ലെങ്കിൽ കടക്കാരൻ നമ്മോട് പറഞ്ഞൊരു വാക്ക്, അത്ര തന്നെ. അധികം ക്ലൂ ഒന്നുമില്ല. അല്ല, നമ്മൾ അധികം ആൾക്കാരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതൊക്കെ. പക്ഷെ ഇപ്പൊ കുറച്ച് കുറവാട്ടോ, അതിപ്പോ കിട്ടാനില്ല. നമ്മള് എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യാൻ സാധനം. രാല അവസാനിക്കും. അതെ, നമ്മൾക്ക് ആൻസർ ഞാൻ പറഞ്ഞുതരാം. ആന്നേ. ഓക്കെ, ഓപ്ഷൻ എടുത്തോ, ഞാൻ പറയാം ഉത്തരം. 2.5. ഓക്കെ, എടി. ഫസ്റ്റ് ഇന്നത്തെ സീക്കൂടില്ല, അടുത്തത് സീമോള് ഫസ്റ്റ് എടുക്ക്. അപ്പൊ ശ്രീമോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്താ ശ്രീമോൾ കിട്ടി? സംഭാര. ഓക്കെ, അടുത്ത ശ്രീമോൾക്ക് ഇത് നല്ല അടിപൊളി മോരും വെള്ളമാണ്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ആ, ഓക്കെ, അടുത്ത ശ്രീകുട്ടി. ശ്രീകുട്ടി കഴിച്ചത് എങ്ങനെ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വെള്ളത്തിൽ ജനനം, വെള്ളം കൊണ്ട് മരണം. അതല്ല ഉത്തരം. കുസൃതിച്ചതേ, നിങ്ങൾ ഡീറ്റെയിൽ അന്വേഷിക്കൊന്നും വേണ്ട. വെള്ളത്തിൽ ജനനം അല്ല, മീനിനടുത്ത് കരയിലിട്ടാൽ മരിക്കല്ലോ. ഇതങ്ങനെയല്ല, വെള്ളത്തിൽ തന്നെ ജനിക്കും, വെള്ളത്തിൽ തന്നെ മരിക്കും. അതിന് പുറത്തേക്ക് അതങ്ങും താകത്തില്ല. എന്ത് വിട്ടല്ലോ? അല്ല, ചിലപ്പോ എന്താ പറയാ, ഈ ഒരു ഓപ്ഷൻ എടുത്ത് നിങ്ങൾ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കേണ്ടി വന്നെങ്കിൽ ചിലപ്പോ ആ വെള്ളമൊക്കെ കുടിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോ ഈ ഓപ്ഷൻ എടുത്താലേ ചിലപ്പോ കിട്ടുന്നാക്ക ആ വെള്ളം നിനക്ക് കുടിക്കേണ്ടി വരും. ഓക്കെ, ഉപ്പ്. ആ, ഓളല്ലേ ശരിയായ ആൻസർ പറഞ്ഞു, എനിക്ക് പറഞ്ഞില്ലല്ലോ. എടി, അങ്ങനുണ്ട്. എന്റെ അമ്മ ശ്രീമോക്ക് നല്ല രാശി കേട്ടോ. അയ്യോ, ഇനി അടുത്ത ദിവസം നിൽക്കട്ടെ. കണ്ണില്ലാതെ കരയുന്നതാര്? കരയുന്നതാര്? അവര് കരയുന്ന കണ്ണില്ലാതെ. അത് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ശപിക്കുന്ന ചില ദിവസങ്ങളുണ്ട്. മണ്ണട്ടയോ? മണ്ണട്ടയ്ക്ക് കണ്ണീരുണ്ടാവുക. ഓക്കെ, ഞാൻ പറയാം. മേഘം.
കരയുന്നതുകൊണ്ടല്ലേ മഴ പെയ്യുന്നത്. നോ എട്ട് ഓപ്ഷൻ ഓപ്ഷൻ എടുക്കൂ. എന്നാ സീക്യൂട്ട് ഫസ്റ്റ് എടു. പുളിവെള്ളം കൊണ്ടുവന്ന് പോടി. നല്ല സാധനമൊക്കെ കഴിഞ്ഞ ഗ്യാസ് അടുത്ത ദിവസം ചോദിക്കട്ടെ. ഇനി ഉത്തേജന ഇനി കുടിച്ചില്ല. ഇനി ഓപ്ഷൻ എടുത്തേ. ബീട്രൂട്ട് ജ്യൂസ് അടിപൊളി. അങ്ങനെ നമ്മൾ ശ്രീമോളെ കൊണ്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിപ്പിക്കാൻ പോകണേ. ശ്രീമോൾ അത് കുടിക്കണം. ഇതുവരെ നോക്ക് സെവനപ്പും പാരക്കേജ് ഞാൻ എന്താ വിചാരിച്ചിരുന്ന കിട്ടാത്തത്. അങ്ങനത്തെ സമയം ശ്രീമോള് ബീട്രൂട്ട് ജ്യൂസ് ആട്ടോ നല്ലതാണ്. രക്തം വെക്കൂ. എനിക്ക് കുറച്ച് രക്തത്തിന് കുറവുണ്ട് കുട്ടി. കുടിക്ക്. നേരത്തെ ഇൻട്രസ്റ്റോടെ കുടിച്ചാന്നല്ലോ മാംഗോ ഫ്രൂട്ടിക്ക് ഒരു കവളോ. ആ കുടിക്കുക. ആ കുടി. ചോമോളെ എന്താണ് തോന്നുന്നത് നിനക്കിപ്പോ? അയ്യോ ഇത്ര പെട്ടെന്ന് രക്തം വെച്ചോ? നോക്കട്ടെ. ബീട്രൂട്ടിന്റെ ജ്യൂസ്. അപ്പൊ അതെ ശ്രീമോള് ബീട്രൂട്ടിന്റെ ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായി. കുറച്ച് തുപ്പി കളഞ്ഞ് പിന്നെ ബാക്കി വാക്ക് വെച്ച് കേക്ക് ഇതേ പോന്നിരുന്നതാണ്. ഇനി ഇതേ അടുത്ത ക്വസ്റ്റ്യൻ ആർക്കും ഞാൻ പറയാം. മീനുകൾ ഭയക്കുന്ന ആഴ്ച, ആഴ്ചയിൽ ഒരു ദിവസം. മീനുകൾ ഭയക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക്. ആ അടുത്ത എന്തൊക്കെയാണുള്ളത്? നാരങ്ങനീര്, പുളിവെള്ളം, ഉപ്പുവെള്ളം. പുളി സാധനങ്ങളാ. അത് നമ്മുടെ ആഴ്ചയിലൊരു ദിവസമാണത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണേൽ പറയാം. പക്ഷെ ആ ദിവസം മീനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. ഓപ്ഷൻ എടുക്കാൻ റെഡിയാണോ? സമയമല്ല അതെയോ? ആ ഓക്കെ. അടുത്ത ദിവസത്തെ. ഓ ഇതിൻ്റെ അന്ന് കഴിച്ചില്ലായി പോയില്ലേ? ഓക്കെ അടുത്ത ദിവസത്തെ. 100 പേര് പോയാൽ 99 പേരും തിരിച്ചു വരുന്നൊരു സ്ഥലം. 100 പേര് പോയാൽ 99 പേരും തിരിച്ചു വരുന്നൊരു സ്ഥലം. അത് ചില സ്ഥലത്ത് ഭയങ്കര ആഘോഷമായിട്ടൊക്കെ കേട്ടോ പോവുക. വളരെ ആഘോഷപരമായിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ എങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ദുഃഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചിങ്ങ് പോവുകയും ചെയ്യും. അമ്പലപ്പറമ്പ് പോയി ഇങ്ങനെ ഒരാട്ടിട്ട് പോരുക ചെയ്യുക. എല്ലാവരും കൂട്ടി വരൂലേ? ആ ചില നാടുകളിൽ കേട്ടോ വളരെ ആഘോഷപൂർവ്വമായിട്ട് അങ്ങോട്ട് പോവുക. നമുക്ക് ആൻസർ കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ നാട്ടിൽ എന്താ ചെയ്യാന്നുള്ളത്. സെമിത്തേരി. ഈ ക്രിസ്ത്യാനികള് ആഘോഷപൂർവ്വമാണോ പോവുക? ഓഹോ അതെ സെമിത്തേരി കേട്ടോ. അപ്പൊ അതിന്റെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. വധൂവരന്മാർ ആദ്യമായി കഴിക്കുന്നത് എന്ത്? പറ. വധൂവരന്മാർ കഴിക്കുന്നത് എന്ത് ആദ്യം? പൊടി. കറക്റ്റ് ആൻസർ. പഠിച്ചു കുത്തിരിക്കേ. കല്യാണം ഉറപ്പിച്ചതിന് കാര്യമുണ്ട്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. എന്തിന് വന്നു എന്നർത്ഥം വരുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥലം? എന്തിനു വന്നു?
ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മരണ ആലോചനയാണ്. അധികം ആലോചിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ഒരാൾ വിട്ട്. അടുത്ത് വയനാട് എന്തിനു വന്നു? അല്ലല്ല അതെ അതെ അല്ലല്ല അതെ അതെ. ഓക്കെ, ഞാൻ പറയാം. ഇത്ര സമയം ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. എന്തിനു വന്നു എന്ന് അർത്ഥം വരുന്ന കേരളത്തിലൊരു സ്ഥലം. ഇത്ര സമയമുള്ളൂ. ഒയ്യന്റെ പൊന്നു പോ. ഞാൻ പറയാം, ഞാൻ തന്നെ പറഞ്ഞോളാം. അതൊന്നും ഞാൻ പറഞ്ഞു. ഇതിന് ക്ലൂ ഒന്നും തരാൻ പറ്റില്ല. ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാ. അയ്യോ, ഇനി നാരങ്ങാനീര്, പുളിവെള്ളം, ഉപ്പ് വെള്ളം. ഞാൻ പറയാം, വൈക്കം. വൈക്കം. ഓക്കെ, വൈക്കം. അപ്പൊ രണ്ടുപേരും എടുത്തിട്ടില്ല. ഓപ്ഷൻ ഇട്ട്. ആ, കൊറേ സമയം ഞാൻ തന്നതാ. ഓപ്ഷൻ എന്താ കിട്ടിയേ? അയ്യോ, നാരങ്ങ ജ്യൂസാണ് ശ്രീകുട്ടീൻ്റെ അടുത്ത്. നല്ലതാണ്, ഞാൻ ഉണ്ടാക്കിയ സാധനം. ഒരു ഉപ്പും മധുരം പുളിയും ഇല്ല. കഴിച്ചോ? പൊടി അത് കുടിച്ചോട്. നോക്കൂ നോക്കൂ, കാണൂ ഈ പ്രപഞ്ചം. കുട്ടി ഇങ്ങോട്ട് നോക്കൂ കുട്ടി. ആ, എന്താ അവസ്ഥ? ഇനി അങ്ങോട്ട് പോയി ചിത്തക്കു. ചുമളെ, ഞാൻ കണ്ടുപിടിച്ചു, എടുത്തോ, ഇന്നെ കൊണ്ട് സാധിക്കൂ. ആ, വൈക്കം. ആ, എനിക്ക് നാരങ്ങ തിരിഞ്ഞ സർവത്തോട് സർവത്തോടി പോയി കഴിഞ്ഞാൽ അതിനകത്ത് സിമനെ കുടിക്കണേ. സീക്കൂടി അത്രയും കാലം കുടിച്ചേക്ക്. എനിക്ക് കുടിക്കരി, കിട്ടിയില്ല, കുടിക്കരി. അടുക്കളയിൽ ഉപ്പൊക്കെയാണ്, ഉപ്പ് ഇങ്ങനെ കുടിച്ചിട്ടൊന്നുമില്ല. നാവിൽ വെച്ചിട്ടല്ലോ എന്നെ പറഞ്ഞല്ലോ സീക്കുട്ടി. ആ, ഓക്കെ, നാവിൽ വെക്കണ്ടെങ്കിൽ ഇങ്ങനെ ഇറക്കിയിട്ടാ മതി. ഉപ്പിനെ ഊതിയൊക്കെ കുടിക്കുന്നു. ബാക്കി കൂടി പോയല്ലോ ദൈവമേ. ശ്രീമോളെല്ലാം കൂടി ഉപ്പ് വെള്ളം കുടിച്ച് ചിരി. പറയാൻ പറ്റില്ല, ചിലപ്പോ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നാ ഇതൊക്കെ അവന്റെ ഫ്രണ്ട്സിന്റെ അവരുടെ ഫ്രണ്ട്സിന്റെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതെല്ലാം ശ്രദ്ധിക്ക്. ഈ കുട്ടികൾ എന്തിനും തയ്യാറായി നിൽക്കുന്നവരാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പണി കൊടുത്തു, വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന മരം. മനുഷ്യൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തെ കൊണ്ടേ കെട്ടിയ കുടിമരാവും. കോമരോ? ഞാൻ ഉദ്ദേശിച്ച സമരം എന്നായിരുന്നു. മനുഷ്യൻ സമരം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്.
ഹലോ, കോമരത്തിന് ചില സ്ഥലങ്ങളിൽ വെളിച്ചപ്പാട് എന്ന് പേരുണ്ട്, മനസ്സിലായോ? കോമരത്തിനെന്താ കോമരം തനിയല്ലേ ഉണ്ടാവുന്നേ? സമരം 10 ആള് കൂടി വിളിക്കണ്ടേ? കോമരം അത് വേണ്ട, ഒറ്റയ്ക്ക് ഉണ്ടാവും. അതെ, നമുക്ക് തിരിച്ചേട്ടന്റെ പണി കൊടുക്കാം. വേണമെന്നില്ല. ഇളകിടി അത് എടി മതിരി നമ്മള് പാവന്റെ കുടിച്ചോട്ടോ, പകുതി കുടിക്കണം കേട്ടോ. ഞങ്ങളൊക്കെ കുടിച്ചു, പകുതി പകുതി കുടിക്കണം. ഞങ്ങൾ ഇത്രയും കുടിച്ചിട്ട് ഇതെങ്ങനെ കുടിച്ചിടാ? ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി എന്നാ പോരെ? കുടിക്കണ്ടത് ഇപ്പൊ കട്ട് ചെയ്യാം. ചുമക്ക് ഇന്നേരല്ലാതെ സന്തോഷം. ഇങ്ങനെ ചുമളെ ഫേസ് നിർത്ത്, അങ്ങോട്ട് നിർത്ത്. ഊറൊന്നുമില്ലല്ലോ ദൈവമേ. കുടിച്ചതിനെ പോലല്ലേ കുടിക്കും. എനിക്ക് എന്തിന്റെ കേടാടി? കുടിച്ചില്ല കള്ളക്കളി കാണിക്കരുത്. കുടിക്കാൻ എങ്ങനെ ചിരിപ്പിക്കണം? ഇവിടെ ചിരിപ്പിക്കുന്നതാണോ കുടിക്കാൻ പറ്റാത്തത്? കുടിച്ചോ, അത് പകുതി കുടിക്കണം കേട്ടോ. സത്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ സമരം ഉദ്ദേശിച്ചേ അതിന് മാത്രം ചിരിക്കാനൊന്നുമില്ല കുട്ടിയെ. സത്യം ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി കേട്ടോ. ഞാൻ വിചാരിച്ചല്ലോ എനിക്ക് കിട്ടുന്നുണ്ട്. അല്ല സമരം എന്നെ പറ്റിച്ചതാ, എന്നെ ചതിച്ചതാ. ഈ സമരം കോമരം ഒന്നും ഞാൻ മാറ്റി ചോദിച്ചത്. ഞാൻ ആരും ആഗ്രഹിക്കാത്ത പണം ചോദിച്ചേനെ. അയ്യോ എന്തോ ആയിപ്പോടാ കുടിച്ചിട്ട്. ഞാൻ പകുതി കുടിക്കുകയും ചെയ്തോണ്ടോ. ഇത്രയും വെള്ളം ഞാൻ ഇത്രയും കുടിച്ചു തീർത്തണം. ഒരവസരം കിട്ടും ആക്കണം. അത് ഞാൻ തരും. ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഏതാണ്ട് നല്ല രീതിക്ക് തന്നെ എടുത്ത് അവസാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് ഒടുക്കത്തൊരു പണി കിട്ടിപ്പോയി. പക്ഷെ എൻ്റെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതെന്താ ഞാൻ ഈ വീഡിയോ കണ്ട് ക്ലിയർ ചെയ്തിട്ട് ഞാൻ അടുത്ത വീഡിയോക്ക് അത് പറയുന്നതാണ് അതെന്താ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത്. ഞാൻ അല്പസമയത്തേക്ക് സ്റ്റക്കായിപ്പോയി. ചേർന്നാൽ ശരിയാണല്ലോ, കോമരും സമരവും രണ്ടും കണക്കാണ്. അത് ചിലപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് പറ്റാൻ അധികം ചാൻസ് ഉള്ളത്. അതെന്താ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് അടുത്ത വീഡിയോ ഞാൻ കാര്യം പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴത്ത് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം വീണ്ടും മറ്റൊരു പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.